വമാ തദ്രീ നഫ്സുൻ, ഒരാത്മാവിനും അറിഞ്ഞുകൂടല്ലോ ബി അയ്യി അർളിൻ തമൂത്ത്, അതേത് നിലത്താണ് മരിച്ചു വീഴുന്നത്, ഏത് ഭൂമിയിലാ വെച്ചാണത് മരണപ്പെടുന്നത് എന്ന് ഒരു ആത്മാവിനും അറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചു തരുന്നു. പലപ്പോഴും നമ്മൾ പറയും, പല അപകടങ്ങളും കേൾക്കുമ്പോ അല്ലെങ്കിൽ പല അപകടങ്ങളും കാണുമ്പോ നമ്മൾ പറയാറുണ്ട്, അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് പലപ്പോഴും വീണുപോകാറുണ്ട് ചില വാക്കുകൾ. അവരവിടേക്ക് പോകരുതായിരുന്നു, അവരങ്ങോട്ട് ആ സമയത്ത് പുറപ്പെടരുതായിരുന്നു, അവരാ സമയത്ത് അവിടെ എന്തിനു വന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് അങ്ങനെ, ഒരു മുഅ്മിനിന്റെ ഖൽബിൽ നിന്ന് അങ്ങനെ വന്നുകൂടാ. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് എവിടെ വെച്ച് മരിക്കും എന്നറിയില്ലല്ലോ. എവിടെയാണെങ്കിലും ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗതു, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. ഇത് ഇസ്ലാം വളരെ കണിശമായി തന്നെ പഠിപ്പിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ യുദ്ധത്തിന് പോയ വിശ്വാസികളായ ആളുകൾക്ക് പലർക്കും പരിക്ക് പറ്റി, പലരും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടപ്പോ നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോകാതെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കഴിച്ചുകൂട്ടിയ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ആ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ യുദ്ധത്തിന് പോയ ചില സഹാബിമാര് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ ആ മുനാഫിക്കീങ്ങൾ ഇവിടെ വെച്ച് പറയാൻ തുടങ്ങി, കണ്ടോ ഇതല്ലേ ഞങ്ങൾ പോകാഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇതാ കാരണം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാഞ്ഞത് വെറുതെയല്ല, ഇപ്പൊ കണ്ടില്ലേ നബിയുടെ കൂടെ പോയിട്ടല്ലേ അവർക്കിപ്പൊ മരിക്കേണ്ടി വന്നത്, അവര് പോയത് കൊണ്ടല്ലേ മരിച്ചത്, ഞങ്ങൾ ഇവിടെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ മരിക്കാതെ രക്ഷപ്പെട്ടു, പരിക്കേൽക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഷഹീദുകളായ വിശ്വാസികളെ സംബന്ധിച്ച് കുത്തിപ്പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകൾ സംസാരിച്ചപ്പോ വിശുദ്ധ ഖുർആൻ ഒരു തത്വം പറയുന്നു, ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം. നമ്മൾ പഠിച്ച വിശുദ്ധ ഖുർആനിലെ ആലി ഇംറാനിലെ 54-ാമത്തെ ആയത്താണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു എന്ന് തന്നെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ എവിടെ വെച്ചാണ് നിങ്ങളൊക്കെ ഓരോരുത്തരും മരിച്ചു വീഴേണ്ടതെങ്കിൽ ആ സ്പോട്ടിലേക്ക്, ആ സ്ഥലത്തേക്ക് നിങ്ങളങ്ങ് വെളിക്ക് വന്നേ പറ്റൂ. അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ എവിടെയാണ് മരിക്കേണ്ടത് അത് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. പല മരണങ്ങളും നമ്മൾ കേൾക്കുമ്പോ കണ്ടോ, നമ്മളിപ്പോ ഇന്നലെ വായിച്ചപ്പോ ഇന്ന് വായിച്ചപ്പോ നാട്ടിൽ നിന്ന് എത്തിയിട്ട് 2 ദിവസമായിട്ടേയുള്ളൂ, ജോലി അന്വേഷിച്ച് കൂട്ടുകാരന്റെ കൂടെ ഇറങ്ങിയതാണ്, മരിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ലേ. മരണം അല്ലാഹു നിശ്ചയിച്ചത് UAE-യിലെ പ്രത്യേകമായ ഒരു റോട്ടിലെ ഒരു സ്ഥലത്ത് വെച്ച് റൂഹ് പിടിക്കണം എന്നല്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിനൊരു കാരണമങ്ങ് നിശ്ചയിച്ചു കൊടുക്കും. നമ്മൾ ഏത് നാട്ടിൽ പറന്നവരാണെങ്കിലും എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത നിലക്ക് എവിടെ വെച്ചാണ് അല്ലാഹു നമുക്ക് മരണം വിധിച്ചിട്ടുള്ളതെങ്കിൽ അവിടേക്ക് നമ്മൾ അങ്ങ് എത്തിച്ചേരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നു, ഇദാ അറാദല്ലാഹു ഖബ്ള അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജാ. ഇദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖബ്ള അബ്ദിൻ, ഒരടിമയുടെ റൂഹ് പിടിക്കണമെന്ന്, ഒരാളെ അല്ലാഹു റൂഹ് പിടിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ബി അർളിൻ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ചാണ്, എവിടെ വെച്ചാണ് റൂഹ് പിടിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജതൻ, ആ മനുഷ്യന് അവിടേക്ക് അല്ലാഹു ഒരാവശ്യമെന്ന് നിശ്ചയിച്ചു കൊടുക്കുന്നു. ഒരാവശ്യം അപ്പൊ മനസ്സിലാണ് തോന്നും, ഇപ്പൊ അവിടെ പോണം, അവിടെ സന്ദർശിക്കാൻ പോണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെത്തണം. നോക്കൂ നിങ്ങൾ, ആ സിഗ്നലിൽ വെച്ച് 3:30 മണിക്ക് റൂഹ് പിടിക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. രാത്രി ജോലിയില്ലാത്ത,
രാത്രി ഡ്യൂട്ടിയില്ലാത്ത ഈ നഴ്സുമാര് 3:30 മണിക്ക് എങ്ങനെ ഗിസൈസിലെ ആ പ്രദേശത്തെ സിഗ്നലിൽ അവരെങ്ങനെ എത്തി ഉറങ്ങാൻ കിടന്നതല്ലേ? പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം എന്ന് വിചാരിച്ച് കിടന്നുറങ്ങിയ അവരെ 2:30 മണിക്ക് ഫോൺ കോൾ വരുന്നു, നിങ്ങൾ ഉടനെ പുറപ്പെടണം. അവര് പുറപ്പെടുന്നു. 3:30 മണിക്ക് അവർ എത്തേണ്ട സ്ഥലത്ത് എത്താതെ അതിന്റെ മുമ്പ് തന്നെ അള്ള എവിടെ വെച്ചാണോ റൂഹ് പിടിക്കണമെന്ന് തീരുമാനിച്ചതെങ്കിൽ അതേ പ്രദേശത്തേക്ക് ആളുകളെ എത്തിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അറാദല്ലാഹ്, അള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖബ്ള അബ്ദിൻ, ഒരു അടിമയുടെ റൂഹ് ഏത് മണ്ണിൽ വെച്ചാണ് പിടിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, ഇന്ത്യക്കാരനാണെങ്കിൽ കേരളീയനാണെങ്കിൽ ഇവിടെ വെച്ചാണ് മരിക്കേണ്ടതെങ്കിൽ ഇതുവരെയില്ലാത്തൊരു ഗൾഫിന്റെ മോഹം അവന്റെ മനസ്സിൽ അള്ളാഹു കൊടുക്കും. അവൻ വിസ എടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് അവൻ ഫ്ലൈറ്റിൽ പറന്നെത്തുന്നു. അള്ള നിശ്ചയിച്ച മണ്ണിൽ മരിക്കണ്ടേ, അള്ള നിശ്ചയിച്ച സമയത്ത് നടക്കണ്ടേ, അള്ള നിശ്ചയിച്ച ഭൂമിയിൽ വെച്ച് തന്നെ സംഭവിക്കണ്ടേ. അങ്ങനെ എത്തിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജഅല ലഹു ഇലൈഹാ ഹാജതൻ, അല്ലാഹു ആ മനുഷ്യന് അങ്ങോട്ട് പോകേണ്ടുന്ന ഒരാവശ്യം അല്ലാഹ് അങ്ങ് നിശ്ചയിച്ചു കൊടുക്കുന്നു. ആണല്ലോ ഖുർആൻ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതിയാണ് പറയുന്നത്. ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പം പോലും മുന്തിക്കുകയോ ഒരൽപ്പം പോലും പിന്നോട്ടാവുകയോ ചെയ്യുന്നതല്ല. അപ്പം മരണത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായ കാലമില്ല, സമയമില്ല, പ്രത്യേക സ്ഥലം എന്നില്ല. എവിടെ വെച്ച് എപ്പോഴും ഏത് പ്രായക്കാരനും മരിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ചില അബദ്ധങ്ങൾ നമ്മുടെ പ്രയോഗത്തിൽ വരാറുണ്ട്. ചില ആളുകളുടെയൊക്കെ മരണവാർത്തയെ സംബന്ധിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോ, അതല്ലെങ്കിൽ ചിലരൊക്കെ മരിച്ച ഓർമ്മ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് പത്രക്കാർ എഴുതുമ്പോ അവരെഴുതാറുണ്ട് പലപ്പോഴും അകാലത്തിൽ മരണമടഞ്ഞ ഇന്ന വ്യക്തി എന്ന് പറയാറുണ്ട്, അകാലത്തിൽ മരണമടഞ്ഞ സഹോദരൻ എന്ന് പറയാറുണ്ട്. ആ പ്രയോഗം ഇസ്ലാമികമല്ല കേട്ടോ. നമ്മുടെ നാവിൽ നിന്ന്, ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നത് വരാൻ പാടില്ലാത്തതാണ്. ഒരു മുസ്ലിമിന്റെ തൂലികയിൽ നിന്നും അത് വരാൻ പാടില്ലാത്തതാണ്. അകാല ചരമമടഞ്ഞു എന്ന് പറയാൻ പാടില്ല, അകാലത്തിൽ മരണമടഞ്ഞു എന്ന് പറയാൻ പാടില്ല. കാരണം ആർക്കാണിവിടെ മരണത്തിന് പ്രായം നിശ്ചയിച്ചിട്ടുള്ളത്? ആർക്കാണിവിടെ മരണത്തിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത്? ആ സമയം എത്തിക്കഴിഞ്ഞാൽ അത് കുഞ്ഞാണെങ്കിലും ജനിക്കുന്നതിന്റെ മുമ്പേ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കണോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ജനിച്ചിട്ട് സമയങ്ങൾക്ക് ശേഷം മരിക്കണോ, അങ്ങനെ വേണമെങ്കിൽ അത് ഏത് കാലത്താണ് ഏത് സമയത്താണ് മരിക്കേണ്ടത് അത് തീരുമാനിക്കുന്നത് അള്ളയാണ്. ആ തീരുമാനത്തിൽ അത് ആ വിധിക്ക് കീഴ്പ്പെട്ട് കൊടുക്കുക എന്നതല്ലാതെ കാലമല്ലാത്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ അകാലത്തിൽ ചരമമടഞ്ഞല്ലോ, അകാലത്തിൽ മരണമടഞ്ഞല്ലോ എന്നൊന്നും ഒരാളെ കുറിച്ചും മുസ്ലിം പറയാൻ പാടില്ല. കാരണം മരണത്തിന് രോഗം വേണമെന്നില്ല. രോഗികളായ എത്രയോ ആളുകൾ എത്രയോ കാലമായി ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ ബോധമില്ലാതെയും ബോധത്തോടെയുമൊക്കെ എത്രയോ രോഗികൾ കിടക്കുന്നു. അവർ മരിക്കുന്നില്ല, അവർ മരിച്ചിട്ടില്ല. അതേ അവസരത്തിൽ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര് ഒരു രൂപത്തിലുള്ള രോഗവുമില്ലാതെ പെട്ടെന്നതാ മരണവാർത്ത നമ്മൾ കേൾക്കുന്നു. വിശ്വസിക്കാനാകുന്നില്ലല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി അങ്ങനെയാണ്. തൊട്ടടുത്ത സെക്കൻഡ് എന്താണ്? ഈ മരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളവൻ ഈ സംസാരം പൂർത്തിയാക്കുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാരെങ്കിലും ഇത് പൂർത്തിയാക്കുമോ? നമുക്കെന്തുറപ്പാണുള്ളത് സഹോദര സഹോദരി? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ മരണചിന്ത അധികരിപ്പിക്കണേ.